ഏകീകൃത കുർബാനാർപ്പണവുമായി ബന്ധപ്പെട്ട് നാളുകളായി നിലനിൽക്കുന്ന തർക്കങ്ങളിൽ പരിശുദ്ധ പിതാവിന്റെ നിർദ്ദേശപ്രകാരം റോമിൽ വെച്ച് നടന്ന സഭയുടെ ഉന്നത അധികാര സമിതിയുടെ അന്തിമ തീരുമാനം സംബന്ധിച്ച പ്രഖ്യാപനം പുറത്തുവന്നതോടെ വിവിധങ്ങളായ അഭ്യൂഹങ്ങളും തെറ്റിദ്ധാരണാജനകമായ വാർത്തകളുമാണ് പ്രസ്തുത വിഷയത്തിൽ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏവർക്കും അറിയാവുന്നതുപോലെ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം മാർ റാഫേൽ തട്ടിൽ പിതാവ്, പെർമനന്റ് സിനഡ് അംഗങ്ങൾ, കൂരിയ മെത്രാൻ, മേജർ ആർച്ച് ബിഷപ്പിന്റെ റോമിലെ പ്രൊക്യൂറേറ്റർ എന്നിവരോടൊപ്പം 2024 മെയ് 13 പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെ സന്ദർശിക്കുകയുണ്ടായി. സീറോ മലബാർ സഭയിൽ സമീപകാലത്ത് ആരാധനാക്രമ സംബന്ധമായി ഉയർന്നുവന്ന ഭിന്നസ്വരങ്ങളെക്കുറിച്ച് മാർപ്പാപ്പ സൂചിപ്പിക്കുകയും 2 തവണ എഴുത്തുകൾ വഴിയും 1 തവണ വീഡിയോ സന്ദേശം വഴിയും ഏകീകൃത വിശുദ്ധ കുർബാനാർപ്പണ രീതി നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് നൽകിയ വ്യക്തമായ നിർദ്ദേശങ്ങൾ അവഗണിക്കപ്പെട്ടത് പരിശുദ്ധ പിതാവിന്റെ പിതൃഹൃദയത്തെ ഏറെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നത് വളരെ വ്യക്തമായി സംവേദനം ചെയ്യപ്പെടുകയും ചെയ്തു. അനുസരണമില്ലാത്തവരുടെ സ്ഥാനം സഭാ കൂട്ടായ്മയ്ക്ക് വെളിയിലാണെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം മെത്രാന്മാരുമായുള്ള കൂടിക്കാഴ്ചയിലും തുടർന്ന് നടത്തിയ പ്രസംഗത്തിലും പരിശുദ്ധ പിതാവ് വ്യക്തമാക്കുകയുണ്ടായി. മേജർ ആർച്ച് ബിഷപ്പിന്റെ വത്തിക്കാനിലെ ഔദ്യോഗിക സന്ദർശനത്തിനിടയിൽ 2024 മെയ് 15 പരിശുദ്ധ പിതാവിന്റെ നിർദ്ദേശപ്രകാരം വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിനും പൗരസ്യ സഭകൾക്കായുള്ള കാര്യാലയത്തിന്റെ പ്രീഫെക്ട് കർദിനാൾ ക്ലൗദിയോ ഗുജറോത്തിയും പ്രസ്തുത കാര്യാലയത്തിലെ ആർച്ച് ബിഷപ്പ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരും സീറോ മലബാർ സഭയുടെ പെർമനന്റ് സിനഡ് അംഗങ്ങളും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പൊന്തിഫിക്കറ്റ് ഡെലഗേറ്റ് ആർച്ച് ബിഷപ്പ് സിറിൽ വാസിലും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂരും ഉൾപ്പെടെയുള്ളവർ പൗരസ്യ സഭകൾക്കായുള്ള കാര്യാലയത്തിൽ ചേർന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന പ്രതിസന്ധി വിശകലനം ചെയ്തതിനു ശേഷം ഏകീകൃത കുർബാനയർപ്പണം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കുകയുമുണ്ടായി. ഈ തീരുമാനങ്ങൾ മാത്രമാണ് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപ്പൊലീത്തയുമായ മാർ റാഫേൽ തട്ടിലും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂരും സംയുക്തമായി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അംഗങ്ങളെ അഭിസംബോധന ചെയ്ത് 2024 ജൂൺ 9 അന്തിമ നിർദ്ദേശങ്ങളുമായി പുറപ്പെടുവിച്ച സർക്കുലറിലൂടെ അറിയിച്ചിട്ടുള്ളത്. ജൂലൈ 3 ശേഷവും ഏകീകൃത കുർബാനയുടെ നിബന്ധനകൾ ധിക്കരിക്കുന്നവർ സഭയുടെ കൂട്ടായ്മയിൽ നിന്ന് പുറത്തുപോയതായി കണക്കാക്കപ്പെടും. ഈ വൈദികർ 2024 ജൂലൈ 4 മുതൽ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കുന്നതിൽ നിന്ന് വിലക്കപ്പെടും. സഭ വിലക്കുന്ന വൈദികർ പരികർമ്മം ചെയ്യുന്ന വിവാഹങ്ങൾ അസാധുവായിരിക്കും. ഏകീകൃത രീതിയിൽ മാത്രം വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനുള്ള സന്നദ്ധത രേഖാമൂലം അറിയിക്കാത്ത എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദിക വിദ്യാർത്ഥികൾക്ക് ശംശാന പട്ടമോ പുരോഹിത പട്ടമോ നൽകുന്നതല്ല തുടങ്ങിയ തീരുമാനങ്ങളാണ് സർക്കുലറിലൂടെ സീറോ മലബാർ സഭ അറിയിച്ചിട്ടുള്ള വത്തിക്കാന്റെ തീരുമാനങ്ങൾ. അതേസമയം ഏകീകൃത വിശുദ്ധ കുർബാനാർപ്പണ രീതി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് തീരുമാനിക്കുന്നതിനായി മാത്രം 2024 ജൂൺ 14 വെള്ളിയാഴ്ച വൈകിട്ട് 5 മുതൽ 7 വരെ ഓൺലൈനിൽ ചേരാൻ നിശ്ചയിച്ചിരിക്കുന്ന സീറോ മലബാർ സഭയുടെ 32ാമത് മെത്രാൻ സിനഡിന്റെ പ്രത്യേക സമ്മേളനത്തിൽ പരിശുദ്ധ സിംഹാസനം നിർദ്ദേശിച്ചിരിക്കുന്ന തീരുമാനങ്ങളിൽ ഇളവുകളോ എന്തെങ്കിലും വിധത്തിലുള്ള മാറ്റങ്ങളോ ഉണ്ടാകില്ല എന്ന കാര്യം വ്യക്തമാണ്. ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട് വത്തിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്ന മേൽപ്പറഞ്ഞ തീരുമാനങ്ങളിൽ യാതൊരുവിധ മാറ്റങ്ങളും സിനഡ് സമ്മേളനത്തിൽ ചർച്ചയാകില്ല എന്നതാണ് വസ്തുത. മറിച്ച് പ്രസ്തുത തീരുമാനങ്ങൾ പ്രാബല്യത്തിൽ വരുത്തുന്നതിനെപ്പറ്റിയും അവയുടെ പരിണിത ഫലങ്ങൾ എപ്രകാരം ഉചിതമായും ക്രമമായും കൈകാര്യം ചെയ്യും എന്നതിനെപ്പറ്റിയുമുള്ള ചർച്ചകൾ മാത്രമാണ് നടക്കുക. മാർപ്പാപ്പയുടെ അംഗീകാരത്തിനു വേണ്ടി സീറോ മലബാർ സിനഡ് അംഗീകരിച്ച് തയ്യാറാക്കി അയക്കുകയും മാർപ്പാപ്പ അംഗീകരിക്കുകയും ചെയ്ത സീറോ മലബാർ സഭയുടെ കുർബാന ടെക്സ്റ്റിൽ ചിലർ വ്യാജ പ്രചരണം നടത്തുന്നതുപോലെ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. മാർപ്പാപ്പ അംഗീകരിച്ച കുർബാന ടെക്സ്റ്റിൽ ഏകീകൃത കുർബാനാർപ്പണ രീതിയെക്കുറിച്ച് വ്യക്തമായി പരാമർശിച്ചിട്ടുണ്ട്. മാത്രമല്ല, വത്തിക്കാൻ ആവശ്യപ്പെട്ട പ്രകാരമാണ് പ്രസ്തുത കുർബാനയുടെ പൊതുനിർദ്ദേശങ്ങളിൽ കൂടി ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ഉൾച്ചേർത്തിട്ടുള്ളത്. ആരാധനാക്രമ വിഷയങ്ങളിൽ സിനഡിന്റെ തീരുമാനം അന്തിമമാണ്. ഇതിൽ മാറ്റം വരുത്താൻ അവകാശമുള്ളത് മാർപ്പാപ്പയ്ക്ക് മാത്രമാണ്. എന്നാൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ കത്തുമുഖേനയും വീഡിയോ സന്ദേശത്തിലൂടെയും പല പ്രാവശ്യം ആഹ്വാനം ചെയ്തതനുസരിച്ച് സീറോ മലബാർ സഭയുടെ ഏകീകൃത രീതിയിലുള്ള വിശുദ്ധ കുർബാനാർപ്പണ രീതി എറണാകുളം അങ്കമാലി അതിരൂപത മുഴുവനിലും നടപ്പിലാക്കാൻ അതിരൂപതയിലെ എല്ലാ വൈദികരോടും സമർപ്പിതരോടും അന്മായ സഹോദരങ്ങളോടും അഭ്യർത്ഥിച്ചുകൊണ്ട് 32ാമത് സീറോ മലബാർ മെത്രാൻ സിനഡ് അതിന്റെ സമാപന ദിനമായ 2024 ജനുവരി 13 മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവിന്റെ അധ്യക്ഷതയിൽ സമ്മേളിച്ച സിനഡിൽ പങ്കെടുത്ത എല്ലാ മെത്രാപ്പൊലീത്തമാരും മെത്രാന്മാരും ഒപ്പുവെച്ച രേഖ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. മാർപ്പാപ്പയും സിനഡും സംശയങ്ങളോ അവ്യക്തതകളോ ശേഷിപ്പിക്കാതെ പുറപ്പെടുവിച്ചിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളെയും ഉത്തരവുകളെയും ദൗർഭാഗ്യവശാൽ നാളുകളായി ചിലർ അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകീകൃത വിശുദ്ധ കുർബാനാർപ്പണ രീതി അതിരൂപതയിൽ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിരൂപതയിലെ ചില വൈദികരും അൽമായരുമായി സിനഡ് പിതാക്കന്മാരുടെ പ്രതിനിധികൾ പലവട്ടം ചർച്ചകൾ നടത്തിയിരുന്നു.
2021 നവംബർ 28 മുതൽ സീറോ മലബാർ സഭയിലെ 34 രൂപതകളിലും യൂറോപ്പിലെ അപ്പസ്തോലിക് വിസിറ്റേഷനിലും മറ്റ് പ്രവാസി സമൂഹങ്ങളിലും നടപ്പാക്കിയ ഏകീകൃത കുർബാനാർപ്പണ രീതി ക്രമാനുഗതമായി എറണാകുളം അങ്കമാലി അതിരൂപതയിലും നടപ്പിലാക്കാൻ പല നിർദ്ദേശങ്ങളും മുന്നോട്ടുവയ്ക്കുകയുണ്ടായി. ഒപ്പം പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ അസാധാരണമായ വിധത്തിൽ ഇടപെടലുകൾ നടത്തി അനുസരിക്കാനുള്ള ആഹ്വാനങ്ങളും നടത്തിയിരുന്നു. എന്നാൽ പരിശുദ്ധ പിതാവിനെയും സിനഡിനെയും അനുസരിക്കാതെ ഒരു വിഭാഗം സഭയുടെ ഔദ്യോഗിക തീരുമാനത്തിനെതിരെ പുലർത്തുന്ന സഭാപരമല്ലാത്തതും യുക്തിരഹിതവുമായ കടുംപിടുത്തവും ഒരിക്കലും അംഗീകരിക്കാനാവാത്ത സമരമുറകളും ദുഷ്പ്രചരണങ്ങളുമാണ് ഈ വിഷയത്തെ ഇത്രമാത്രം സങ്കീർണമാക്കിയത്. സഭാ സംവിധാനത്തെയും സഭാധികാരികളെയും വെല്ലുവിളിച്ചുകൊണ്ടും സഭാപരമായ അച്ചടക്കം പാലിക്കാതെയും കത്തോലിക്ക സഭ കൂട്ടായ്മയിൽ തുടരാൻ ഇനി ആരെയും അനുവദിക്കില്ല എന്ന വത്തിക്കാന്റെ ശക്തമായ സന്ദേശം തന്നെയാണ് ഇന്ന് പുറത്തുവന്ന സർക്കുലറിൽ പ്രതിഫലിക്കുന്നത്. ജൂൺ 14 സീറോ മലബാർ സഭയുടെ സിനഡിൽ അവതരിപ്പിക്കാനിരുന്ന വത്തിക്കാന്റെ അന്തിമ നിർദ്ദേശങ്ങളെപ്പറ്റിയുള്ള സൂചനകൾ സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റും പ്രചരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഔദ്യോഗികമായി തന്നെ സഭയുടെ അന്തിമ തീരുമാനം മേജർ ആർച്ച് ബിഷപ്പ് സർക്കുലറിലൂടെ ഇന്ന് പുറപ്പെടുവിച്ചത്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ വീഡിയോ സന്ദേശത്തിൽ ആഹ്വാനം ചെയ്തതുപോലെ നിക്ഷിപ്ത താൽപര്യങ്ങളുള്ള ഏതാനും ചില വൈദികരുടെയും മറ്റു വ്യക്തികളുടെയും വാക്കുകൾ വിശ്വസിച്ച് ഒരാൾ പോലും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ നിന്ന് പുറത്തുപോകാൻ ഇടവരരുത് എന്നാണ് സീറോ മലബാർ സഭയുടെ ആഗ്രഹം. നമ്മുടെ അമ്മയായ പരിശുദ്ധ കത്തോലിക്ക സഭയോടും സഭയുടെ തലവനായ പരിശുദ്ധ പിതാവിനോടും സീറോ മലബാർ സഭയുടെ മെത്രാൻ സിനഡിനോടും സഹസ്രാബ്ദങ്ങളിലൂടെ രൂപപ്പെട്ട നമ്മുടെ കത്തോലിക്ക പൈതൃകത്തോടും എല്ലാവരും ചേർന്ന് നിൽക്കണമെന്ന് ദൈവനാമത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇപ്പോൾ അന്തിമ താക്കീതുമായി വത്തിക്കാന്റെ തീരുമാനങ്ങൾ അറിയിച്ച മാർ റാഫേൽ തട്ടിലും മാർ ബോസ്കോ പുത്തൂരും സംയുക്തമായി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അംഗങ്ങൾക്കായി പുറപ്പെടുവിച്ചിരിക്കുന്ന സർക്കുലറിലെ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം. അതിനായി പ്രാർത്ഥിക്കാം.